Dear students, welcome to accountancy class. ഇന്ന് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ചോദ്യം നോക്കുക. അമിത്, ബാബു ആൻഡ് ചാരു set up partnership firm on April 1, 2006. They contributed rupees 50,000, 40,000 and 30,000 respectively as their capitals and agreed to share profits and losses in the ratio of 3:2:1. Amit is to be paid a salary of rupees 1,000 per month and Babu a commission of rupees 5,000. It's also provided that interest to be allowed on capital at 6% per annum. The drawings for the year were Amit 6,000, Babu 4,000 and Charu 2,000. Interest on drawings of rupees 270 was charged on Amit's drawings, 180 on Babu's drawings and 90 on Charu's drawings. The net profit as per profit and loss account for the year ending March 31, 2013 was rupees 35,660. Prepare profit and loss appropriation account to show the distribution of profit among the partners. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ നെറ്റ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്യാം. ചോദ്യത്തിൽ ഏറ്റവും അവസാനം തന്നിട്ടുണ്ട് the net profit as per profit and loss account for the year ending March 31, 2013 was rupees 35,660. Profit and loss appropriation accountന്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ നെറ്റ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Profit and loss account 35,660. Okay. Question നമ്മൾ ആദ്യം മുതൽ നോക്കുക. They contributed 50,000, 40,000, 30,000 respectively as their capitals. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കൽ കൂടി പറയാം. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ല. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത്രയും ഐറ്റംസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള ഐറ്റംസ് നമ്മുടെ ചോദ്യത്തിൽ നോക്കിയാൽ മതി. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ വേണ്ട, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട ഇൻഫർമേഷൻ ആണ് ഇത്. Okay, then Amit is to be paid a salary of rupees 1,000 per month. അമിത്തിന് മാസം 1,000 രൂപ സാലറി ഉണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അമിത് സാലറി 1,000 per month ആണ്. അപ്പോൾ 1,000 into 12 is equal to 12,000. Okay, തുറന്നു നോക്കുക. ആൻഡ് ബാബു എ കമ്മീഷൻ ഓഫ് rupees 5,000. നെക്സ്റ്റ് ഡെബിറ്റ് സൈഡിൽ തന്നെ ബാബുസ് കമ്മീഷൻ. rupees 5,000. Next, it is also provided that interest to be allowed on capital at 6% per annum. അടുത്ത ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. താഴെ അമിത്തിന്റെ ക്യാപിറ്റൽ നോക്കുക. They contributed 50,000. Amit is the first person. അപ്പോൾ 50,000 ആണ് അമിത്തിന്റെ ക്യാപിറ്റൽ. അമിത്തിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 50,000 into 6/100. 50,000 into 6/100. 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അവിടെ ഇന്നർ കോളത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഈസ് ഈക്വൽ ടു 50,000 into 6 divided by 100. അവിടെ ഇന്നർ കോളത്തിൽ തന്നെ അമിത്തിന്റെ പേരിന് നേരെ കാൽക്കുലേഷൻ എഴുതി വെക്കുക. എമൗണ്ട് ഈസ് rupees 3,000. അതുപോലെ രണ്ടാമത്തെ ആൾ ബാബുസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ടത്. ബാബുവിന്റെ ക്യാപിറ്റൽ 40,000 ആണ്. അതവിടെ ഇന്നർ കോളത്തിൽ എഴുതി വെക്കുക. 40,000 into 6 divided by 100. 2,400 ആണ്.
മൂന്നാമത്തെ ആള് ചാരൂസ് ക്യാപിറ്റൽ അക്കൗണ്ടില് ചാരുവിന്റെ ക്യാപിറ്റൽ എത്രയാണ്? 30,000 ആണ്. 30,000 into 6 divided by 100. ഓക്കെ, ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മൂന്ന് പേരുടെയും സെപ്പറേറ്റ് പേരെഴുതി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ എഴുതുക. അത് മൂന്നും കൂടി ആഡ് ചെയ്ത് ഔട്ടർ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യാം. 3, 2, 5, 6, 7,200 ടോട്ടൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇത്തരത്തിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുക, താഴെ മൂന്ന് പേരുടെയും പേര്, മൂന്ന് പാർട്ട്നേഴ്സിന്റെയും പേര് എഴുതുക. ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഈ ക്യാപിറ്റലിന്റെ 6% കാൽക്കുലേറ്റ് ചെയ്ത് ഇന്നർ കോളത്തിൽ എഴുതി എമൗണ്ട് കോളത്തിലേക്ക് ടോട്ടൽ ചെയ്ത് എഴുതാം. നെക്സ്റ്റ്, ദ ഡ്രോയിങ്സ് ഫോർ ദ ഇയർ വെയർ. നമുക്ക് ഡ്രോയിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടതില്ല, അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്ക്. Next, interest on drawings of rupees 270 was charged on Amit's drawings. So, interest on drawings credit side ആണ് എഴുതുന്നത്. അവിടെ ഇന്നർ കോളത്തിൽ എഴുതി വെക്കുക. Interest on drawings. താഴെ മൂന്ന് പേരുടെയും പേര് എഴുതുക. അമിത്, ബാബു, ഇനി ചോദ്യത്തിൽ അമിത്തിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് rupees 270 ആണ്. Next, Babu and interest on drawings. Okay, rupees 180 on Babu's drawings. 180. Then Charu's rupees 90 on Charu's drawings. 3 കൂട്ടിയാൽ 270, 370, 450, 540. Okay, 540 total amount കൊടുത്തിൽ റെക്കോർഡ് ചെയ്യാം. Next, the net profit. Okay, all the items were recorded in the profit and loss appropriation account. ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. സം ഇതെല്ലാം കൂടെ കൂട്ടുക. ഓക്കെ, 36,200 is the total. ഓക്കെ, ഇനി അതിൽ നിന്ന് ഐറ്റംസ് ലെസ് ചെയ്യാം. ടോട്ടലിൽ നിന്ന് മൈനസ് ഓക്കെ, 12,000 is the പ്രോഫിറ്റ്. ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. നേരത്തെ മൂന്ന് പേരുടെയും പേര് എഴുതുക. അമിത് ക്യാപിറ്റൽ, ബാബുസ് ക്യാപിറ്റൽ ആൻഡ് ചാരൂസ് ക്യാപിറ്റൽ. ഈ 12,000-നെ ചോദ്യത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2:1. റുപ്പീസ് 12,000 ആണ്. ആദ്യം അമിത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം പ്രോഫിറ്റ് 12,000 ആണ്. 12,000-നെ 3:2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു 12,000 ഡിവൈഡഡ് ബൈ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം. 3 + 2 + 1 ഈക്വൽ ടു 6. എന്നിട്ട് ഓരോരുത്തരുടെയും ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അമിത്തിന്റെ ഷെയർ 3 ആണ്. ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അമിത്തിന് എത്ര കിട്ടി? equal to 12,000 divided by, ഇവിടെ 8 ആയി പോയിട്ടുണ്ട്, ഇൻറ്റു, ഓക്കെ, 12,000-നെ ഈ റേഷ്യോകളുടെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 + 2 + 1 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓരോരുത്തരുടെയും ഷെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12,000 divided by 6 ഇൻറ്റു അമിത്തിന്റെ ഷെയർ 3. അമിത്തിന് 6,000 കിട്ടി. ഇതുപോലെ ബാബുവിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. ബാബു
അപ്പോൾ ചെയ്ത പോലെ തന്നെ 12,000 ഡിവൈഡഡ് ബൈ റേഷ്യോകളുടെ ടോട്ടൽ 3, 2, 5, 1, 6. ഓക്കെ, ഇൻറ്റു ബാബുവിന്റെ ഷെയർ 2 ആണ്. ഓക്കെ, ഇതുപോലെ ചാരുവിന്റെ കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഈക്വൽ ടു 12,000 ഡിവൈഡഡ് ബൈ ഈ റേഷ്യോകളുടെ ടോട്ടല് 3, 2, 5, 1, 6 ഇൻറ്റു ഇവിടെ ചാരുവിന്റെ ഷെയർ 1. ഓക്കെ, ഈ 3 എമൗണ്ടുകൾ ഇവിടെ എമൗണ്ട് കോളത്തിൽ ഇന്നർ കോളത്തിൽ റെക്കോർഡ് ചെയ്യാം. 6,000, 4,000, നെക്സ്റ്റ് 2,000. ഓക്കെ, സോ സോറി, ഒരു കോളം കയറിപ്പോയി. ഓക്കെ, ഓരോരുത്തരുടെ പേരിൽ നേരെ 6,000, 4,000, 2,000 റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ, കൂടാതെ ടെക്സ്റ്റിൽ മറ്റു ചോദ്യങ്ങളുമുണ്ട്, അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിംഗ് ക്ലാസ്.